ദേഹത്തേക്കാൾ ദേഹിയല്ലോ ശ്രേഷ്ഠമെന്നോർക്കൂ മനുജ, ശ്രേഷ്ഠമെന്നോർക്കൂ. നീതിയോടെ തേടുമെന്നും ആത്മകാര്യങ്ങൾ നിങ്ങൾ, ആത്മകാര്യങ്ങൾ. നീതിയോടെ തേടുമെന്നും ആത്മകാര്യങ്ങൾ നിങ്ങൾ, ആത്മകാര്യങ്ങൾ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 69 സങ്കീർത്തനം അതിൻ്റെ 5 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമേ, നീ എൻ്റെ ഭോഷത്വം അറിയുന്നു, എൻ്റെ അകൃത്യങ്ങൾ നിനക്ക് മറവായിരിക്കുന്നില്ല. സൈന്യങ്ങളുടെ യഹോവയെ കർത്താവെ, നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. ഇസ്രായേലിന്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുതേ. നിന്റെ നിമിത്തം ഞാൻ നിന്ന വഹിച്ചു, ലജ്ജ എൻ്റെ മുഖത്തെ മൂടിയിരിക്കുന്നു. ദാവീദ് രാജാവ് തൻ്റെ അനുഭവത്തെ സങ്കീർത്തന ഭാഗങ്ങളിൽ കേൾപ്പിക്കുന്നു. ദൈവമേ, നീ എൻ്റെ ഭോഷത്വം അറിയുന്നു, എൻ്റെ അകൃത്യങ്ങൾ നിനക്ക് മറവായിരിക്കുന്നില്ല. നമ്മൾ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നോ അതുപോലും അറിയുന്ന ദൈവം. ആമേൻ. ഉള്ളത്തെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ മനസ്സ് തുറന്ന് പറയുകയാണ്. സൈന്യങ്ങളുടെ യഹോവയെ കർത്താവെ, നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുത്. ഞാൻ നിമിത്തം ലജ്ജിച്ചു പോകാനിടയാകരുത്. അത് മനോഹരമൊരു പ്രാർത്ഥന. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവെ, നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുത്. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് അവിടെ വയ്ക്കുന്നത്. ഞാൻ നിമിത്തം അവർ ലജ്ജിച്ചു പോകാൻ ഇടയാകരുത്. അവര് എന്ന് പറഞ്ഞാൽ യഹോവയിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർ. എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുത് എന്ന്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരെ, ദൈവത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവര്, അവരെ എപ്പോഴും ഇങ്ങനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവരൊക്കെയോ തങ്ങളെ ശ്രദ്ധിക്കുന്നവരെ ദൈവസനിൽ എത്തിക്കുക എന്നുള്ളതായ ഒരു പ്രവർത്തനങ്ങൾ മാത്രമാണ്. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ വന്നു ഭവിക്കുന്ന വിഷയങ്ങളെ, കുറവുകൾ ഇവിടെ കേൾപ്പിക്കുന്നുണ്ട്. നീ എൻ്റെ ഭോഷത്വം അറിയുന്നു, എൻ്റെ അകൃത്യങ്ങൾ നിനക്ക് മറവായിരിക്കുന്നില്ല എന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. എൻ്റെ ഒരു കുറവ് പോലും എൻ്റെ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർ ഞാൻ നിമിത്തം ലജ്ജിച്ചു പോകരുതേ എന്നൊരു പ്രാർത്ഥന വയ്ക്കുന്നത്, ആ ദൈവവുമായിട്ടുള്ള ആ ബന്ധം എത്ര വലുത്. മനസ്സ് തുറന്നുള്ളൊരു പ്രാർത്ഥന, ആത്മാർത്ഥമായൊരു പ്രാർത്ഥന, ദൈവത്തിൻ്റെ ജനത്തെ ദൈവസനിൽ എത്തിക്കുന്ന പ്രാർത്ഥന. ആമേ. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിന്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുതേ എന്നാ പറഞ്ഞേ. ഞാൻ നിമിത്തം നിന്നെ അന്വേഷിക്കുന്നവർ ലജ്ജിച്ചു പോകരുതേ. കർത്താവിനെ അന്വേഷിക്കുന്നവരേറെ തലമുറയായിട്ട് യഹോവയെ അന്വേഷിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അത്രമാത്രം നിന്ദയും പരിഹാസങ്ങളും പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് ദാവീദ് രാജാവ് കടന്നു പോകുന്നത്. ഈ നാളുകളിൽ ഒരു പ്രാർത്ഥന, എൻ്റെ നിമിത്തം ആർക്കൊരു കുറവും വന്നു ഭവിക്കരുത്. ഞാൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെല്ലാവരും ഞാൻ നിമിത്തം ലജ്ജിച്ച് പോകാതിരിക്കാൻ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. അത് നീതിയുക്തമായൊരു പ്രാർത്ഥന, വിശ്വസ്തതയേറിയ പ്രാർത്ഥന, ഭയഭക്തിയുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. തന്നെ നീതീകരിക്കാത്ത പ്രാർത്ഥന, തന്നെ ദൈവസന്നിധിയിൽ ഏറ്റവും അധികം താഴ്ത്തിക്കൊടുത്തുള്ള പ്രാർത്ഥന. തന്നെത്താൻ താഴുന്നവൻ, സ്തോത്രം, കർത്താവ് അവനെ ഉയർത്തും. കർത്താവ് ഉയർത്തിയാൽ താഴ്ത്താൻ പറ്റിയൊരാരും ഈ ലോകത്തില്ലല്ലോ. 7-ാം വാക്യം പറഞ്ഞത്, നിന്റെ നിമിത്തം ഞാൻ നിന്ന വഹിച്ചു, ലജ്ജ എൻ്റെ മുഖത്തെ മൂടിയിരിക്കുന്നു. നിന്ന വഹിച്ചോണ്ടാ ശുശ്രൂഷ. എനിക്ക് ഈ നിന്ന സഹിക്കാൻ പറ്റത്തില്ല, എന്നെ എല്ലാവരും മാനിച്ചില്ല, ഇങ്ങനെയുള്ളൊരു പരാതിയോ പരിഭവങ്ങളോ ഒന്നുമല്ല ദൈവസന്നിധി വയ്ക്കുന്നത്. നിന്നെയും വഹിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടിയുള്ള ശുശ്രൂഷ, അതിമനോഹരമായ ശുശ്രൂഷ ദൈവമക്കളെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവവേൽപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ ഏത് തീച്ചൂളയ്ക്കകത്താണെങ്കിലും, സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്താണെങ്കിലും, ചെങ്കടലിൻ്റെ മുൻപിലാണെങ്കിലും ദൈവത്തിൽ പ്രത്യാശയുള്ളവർ അതിനെ അതിജീവിക്കും. കാരണം യഹോവേ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതല്ലാതെ മറ്റൊന്നും ഈ ഭൂമിയിൽ ഇല്ലല്ലോ ദൈവമക്കളെ. ആകാശത്തിനും ഭൂമിക്കും നാഥനായ നല്ല ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മളെ നിന്ന് താഴ്ത്തി ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ നിൽക്കുന്നത് തീച്ചുളയ്ക്കകത്തായിരിക്കാം, സിംഹത്തിൻ്റെ ഗുഹയിലായിരിക്കാം, ചെങ്കടലിൻ്റെ മുൻപിലായിരിക്കാം. പതറാതെ നിൽക്കാൻ ദൈവം സഹായിക്കട്ടെ. അപ്പോഴും ഒരു പ്രാർത്ഥന, നിന്നിൽ ആശ്രയിക്കുന്നവർ, നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. ആ ഒരു പ്രാർത്ഥന മാത്രം വയ്ക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ കർത്താവെ, നിന്നിൽ ആശ്രയിക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ എന്നൊരു പ്രാർത്ഥന ദൈവസന്നിധി വയ്ക്കുമ്പോൾ അടിയങ്ങളും പ്രാർത്ഥിക്കുക കർത്താവെ, എൻ്റെ നിമിത്തം കർത്താവെ, നിന്നിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകാൻ ഇടയാകരുതേ. എൻ്റെ കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സകല ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയ സകല പാപങ്ങളും നിൻ്റെ മക്കളോട് ദൈവം ക്ഷമിക്കണമേ. പ്രാർത്ഥിക്കുന്ന എൻ്റെ മഹാപാപത്തെ ദൈവം ക്ഷമിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ദൈവം സ്വീകരിക്കണേ കർത്താവേ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവർ ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയല്ലോ കർത്താവേ. നിങ്കിലേക്ക് നോക്കിയവരാരും ഒരു നാളിൽ ലജ്ജിച്ചു പോയിട്ടില്ല. അതേ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, വിശ്വസിക്കുന്നപ്പ കഷ്ടതയുടെ നടുവിലും കണ്ണുനീരിൻ്റെ നടുവിലും ഞെരുക്കത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവേ, ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ അപേക്ഷിച്ചതുപോലെ എൻ്റെ നിമിത്തം നിന്നിൽ ആശ്രയിക്കുന്നവരാരും ലജ്ജിച്ചു പോകുവാൻ ഇടയാകരുതേ. എൻ്റെ കർത്താവേ, ഈ പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമേ. മഹാകഷ്ടത്തിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി തീരുവാൻ ദൈവം അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, അവിടുന്ന് വിളിച്ചിറക്കിയ മക്കൾ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുവാൻ ഇടയാകേണ്ടതിന് എൻ്റെ കർത്താവിൻ്റെ തിരുനാമം ഉയർത്തി പറയുവാനും സാക്ഷ്യം പറയുവാനും കർത്താവിന് വേണ്ടി പാടുവാനും പ്രസംഗിക്കുവാനും എല്ലാവരെയും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കത്തുന്ന തീച്ചൂളയിൽ നിൻ്റെ മക്കൾ കർത്താവെ, തീയുടെ ബലം കെടുത്തുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകണമേ, വാഴ്ത്തപ്പെടുമാറാകണമേ. യേശുവേ, സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ എല്ലാവരും ഒരുക്കണേ കർത്താവേ. അറിഞ്ഞു അറിയാതെ ചെയ്തു പോയ സകല പിഴകളെയും ദൈവം ക്ഷമിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചെടുത്തുകൊണ്ട് ഇരട്ടി പങ്ക് കൃപയോടെ നിൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കണേ. സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഇടയാക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.